നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലിലൂടെ പറഞ്ഞിരുന്നു, ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ട് 90 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് തുടങ്ങി ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു 90 ദിവസത്തെ ഫ്രീ സ്റ്റഡി പ്ലാനും ക്ലാസ്സുകളും നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്, ഡെയിലി ക്ലാസ് ഉണ്ടോ, 90 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു സിലബസ് തീർക്കുന്നത്, എല്ലാം തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ടും കാണുക. നമുക്കറിയാം 95% സിമിലർ ആയിട്ടുള്ള സിലബസാണ് VFAയ്ക്കും കമ്പനി ബോർഡിനും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ കുറേ പേർക്ക് വരുന്നുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നും അറിയാതെ പ്രിലിംസിൻ്റെ റിസൾട്ട് വരാതെ കുറേ പേരിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റ പഠനം 2 സിലബസും കൂടെ വെച്ചിട്ട് സമഗ്രമായിട്ടുള്ളൊരു പഠനം നടത്തിയാൽ നിങ്ങൾക്ക് ഈ 2 എക്സാമും സുഖമായിട്ട് കയ്യിലിരിക്കും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് സെപ്റ്റംബർ 19 എക്സാം എഴുതുന്നവരെ സംബന്ധിച്ച് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലൊരു 50 ദിവസങ്ങളോളം മാത്രമേ എന്തുള്ളൂ, പരീക്ഷയ്ക്ക് ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എക്സ്ട്രാ ഒരു മാസവും കൂടെ കിട്ടി ഒക്ടോബറിൽ എക്സാം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു 90 ദിവസം കൊണ്ട് നിങ്ങൾ ദിവസം ഒരു 4 മണിക്കൂർ പഠിച്ച് നിങ്ങൾക്ക് PSCയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ LGSൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ലായിരുന്നോ? +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനൊക്കെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഇനി വരുന്ന ദിവസങ്ങളിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ഇത് മാത്രമേ നോക്കൂ, ഞാൻ അത് മാത്രമേ നോക്കൂ എന്ന രീതിയിൽ ഇരിക്കാതെ കോമൺ ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ കാണും, എനിക്ക് കമ്പനി ബോർഡ് കിട്ടുമോ എന്നുള്ള സംശയത്തിൽ ഞാൻ VFA മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയൊന്നും വേണ്ട, എല്ലാത്തിനും ഒരേ സിലബസാണ്. നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ അത് നമുക്ക് ടോപ്പ് ലെവലിൽ വരെയുള്ള എക്സാമുകൾക്ക് പ്രയോജനപ്പെടുത്തേ ഉള്ളൂ. കമ്പനി ബോർഡൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൽ ഒരു നല്ല റാങ്ക്, ആദ്യത്തെ ഒരു 10 റാങ്കിനത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടെലിഗ്രാം ചാനൽ വഴിയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത്. യൂട്യൂബ് ചാനലിൽ നമുക്ക് ഇത്രയും ടോപ്പിക്കുകൾ ഡെയിലി ക്ലാസ് എടുക്കാനുള്ള പരിമിതി കൊണ്ട് നമ്മൾ ടെലിഗ്രാം ചാനലിലായിരിക്കും ക്ലാസ്സുകൾ നൽകുന്നത്. ഡെയിലി ഞാൻ 2 GK ടോപ്പിക്കാണ് സെലക്ട് ചെയ്യുന്നത്. റാൻഡം ആയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള GK ടോപ്പിക്കുകൾ. ഒരേ സബ്ജക്റ്റ് തന്നെ ഇങ്ങനെ തീർത്ത് പോവാതെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് 2 GK ടോപ്പിക്കുകൾ ഡെയിലി നമുക്ക് ക്ലാസ്സിൽ വരും. SCRTയുടെ ഇമ്പോർട്ടൻസ് അറിയാലോ. SCRT ചാപ്റ്റർ ഒരെണ്ണം വരും. PYQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. പിന്നീട് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത് റൊട്ടേഷനായിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇന്ന് GKയിലെ 2 ടോപ്പിക്കും ഒരു SCRT ചാപ്റ്ററും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, മാത്സ് ഇങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങളല്ലെങ്കിൽ എല്ലാം കൂടി ഒരു മണിക്കൂർ പഠിക്കാനൊക്കെ ഇരുന്നാൽ അതും എങ്ങും എത്തത്തില്ല, ഇതും എങ്ങും എത്തത്തില്ല. അപ്പം ഇന്ന് മലയാളം പഠിക്കുകയാണെങ്കിൽ മലയാളം എന്ത് ചെയ്യുക, നല്ല വൃത്തിയോണം അങ്ങ് മലയാളം അങ്ങ് പഠിച്ച് തീർത്തേക്കുക. നാളെ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ആ എടുക്കുന്ന ടോപ്പിക്ക് കുറച്ച് കൂടുതൽ ടൈം, അല്ലെങ്കിൽ എല്ലാത്തിനും 15 മിനിറ്റ് അങ്ങനെയൊക്കെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഈ 2 GK ടോപ്പിക്കൊക്കെ എടുത്താൽ തീരുമോ എന്നൊരു സംശയം ഇപ്പോൾ കുറച്ച് പേരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർ പലതരത്തിലുള്ള ആൾക്കാരാണ്. ഡെയിലി ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവർ കാണണം എന്നില്ല. അങ്ങനെ പറ്റുന്നവർക്ക് നിങ്ങൾക്ക് 3-4 ടോപ്പിക്കുകളിലൊക്കെ നിങ്ങളുടെ ഒരു ടൈം ടേബിളായിട്ട് എടുത്തുകൊണ്ട് എക്സ്ട്രാ കവർ ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രാ പോയിൻ്റ് അല്ലെങ്കിൽ SCRT ചാപ്റ്റർ ഒന്നും കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കാം. പക്ഷേ എല്ലാവർക്കും പറ്റണം എന്നില്ല. ഇത് ഞാനൊരു ദിവസം 4 മണിക്കൂർ മിനിമം നിങ്ങൾ എങ്ങനെയെങ്കിലും 4 മണിക്കൂർ കണ്ടെത്തണം. അപ്പം 4 മണിക്കൂറൊക്കെ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മളിങ്ങനെ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ടൈം ടേബിൾ ചെയ്തിട്ടുള്ളത്. 90 ദിവസം നമുക്ക് സിലബസ് തീർക്കാം, അതിനകത്തൊന്നും പാട് വരണ്ട. നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പേർട്ട് ആവുകയാണെങ്കിൽ നമുക്ക് ഡെയിലി GK ടോപ്പിക്കിൻ്റെ എണ്ണം കൂട്ടാം. നിങ്ങൾ ഈ VFA ആയാലും കമ്പനി ബോർഡൊക്കെ ആകുമ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സിനെക്കാട്ടിലും കുറച്ചും കൂടെ പ്രാധാന്യം GK ടോപ്പിക്കിന് കൊടുക്കുക. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം ഭരണഘടന എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, അല്ലെങ്കിൽ ഭരണരംഗം എടുക്കുകയാണെങ്കിൽ സിവിൽ സർവീസ്, ഇങ്ങനെ പോവാതെ 2 മിക്സഡ് ടോപ്പിക്ക് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ ആദ്യം തീർത്തുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. GK ടോപ്പിക്കിൻ്റെയും SCRT ചാപ്റ്ററിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. എല്ലാത്തിൻ്റെയും ക്ലാസ്സുകളും പോളുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പോകുന്നത്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം, അതിൽ ജോയിൻ ചെയ്തിട്ട് വെച്ചേക്കുക. അപ്പോൾ ഈ 90 ദിവസം ഒരു മടിയും കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാൻ റെഡി ആയിരിക്കണം. ഇനി നമ്മുടെ സൺഡേയിലെ കാര്യം പോകുമ്പോഴത്തേക്കും കറണ്ട് അഫേഴ്സ് ഇല്ലേ എന്നൊരു സംശയം തോന്നിക്കാണും. സൺഡേയിൽ ഞാൻ ഒരാഴ്ചത്തെ
കറണ്ട് അഫേഴ്സ് ഞാൻ ഡെയിലി തരുന്നില്ല. ഡെയിലി വേണമെങ്കിൽ തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. ഒരു ആഴ്ചയിൽ യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യും, കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് എടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് അത് മതി, നിങ്ങൾക്ക് 20 മാർക്കും നേടാനായിട്ടും കഴിയും. അതുപോലെ റിവിഷൻ ഡേയും നമുക്ക് യൂട്യൂബിൽ തന്നെ ചെയ്യാം. റിവിഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ, നമുക്ക് ഓരോ ദിവസവും റിവിഷൻ ചെയ്ത് പോകാൻ. നിങ്ങൾ അതോടൊപ്പം വീക്കെൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവിഷനും കൂടെ നടത്താം. അപ്പോൾ കറണ്ട് അഫേഴ്സ് നമുക്ക് തള്ളിക്കളയാനായിട്ടും പറ്റത്തില്ല. കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ റിവിഷൻ എക്സാമും ഡെയിലി നമുക്ക് പോളുകളായിട്ടൊക്കെ റിവിഷൻ എക്സാം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഇനി നിങ്ങൾ പഠിക്കാതിരിക്കുന്നവർക്ക് എൻ്റെ കയ്യിൽ ബുക്കൊന്നുമില്ല, ഈ ടോപ്പിക്ക് എങ്ങനെയാണ്, റാങ്ക് ഫയലോ ബുക്കോ SCRT ബുക്കോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ബുക്കും പേനയും നിങ്ങൾ, അല്ലെങ്കിൽ ഒരു പേപ്പറും പേനയും നിങ്ങൾ എന്ത് ചെയ്താൽ കണ്ട് എത്തിയാൽ മതി. ക്ലാസ് കേട്ടിട്ട് നോട്ട് എഴുതിയെടുത്താൽ മതിയാകും. GK ടോപ്പിക്കിൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമൊക്കെ നോക്കാൻ നല്ലതല്ലാതെ നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു കാര്യം പോകുന്നത്. അപ്പോൾ ഈ 90 ദിവസം നമ്മളോടൊപ്പം ഒരു മടിയും കൂടാതെ, കൺസിസ്റ്റൻസി ആണല്ലോ നമ്മുടെ സക്സസ്സിനകത്തേക്കുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ 90 ദിവസം ഒരു മടിയും വിചാരിക്കാതെ പഠിക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ 90 ഡേയ്സിന് റെഡിയാണ് എന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് നമുക്ക് ആദ്യത്തെ ഒരു 50 ദിവസം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകാം. പിന്നീട് നമ്മൾ ഡിഗ്രി ലെവൽ നമ്മൾ ഡീപ്പായിട്ട് നമുക്ക് കൂടുതൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്താം. കാരണം ആദ്യം VFAയുടെ എക്സാം വരുന്നത് കൊണ്ടാണ്. അപ്പോൾ രണ്ടിനും കൂടെ പഠിച്ചിട്ട്, ഇനി ഒന്നായിട്ട് പഠിച്ച് 2 ക്ലാസ്സിന് ജോയിൻ ചെയ്ത് ഒന്നും വേണ്ട, 1 രൂപ പോലും ഇല്ലാതെ നമുക്ക് ഫ്രീ സ്റ്റഡി പ്ലാനിലൂടെ റാങ്ക് നേടാനായിട്ട് കഴിയും. നമ്മളെ വിശ്വസിച്ച് കൂടെ ചേരുക. നിങ്ങൾ ഒരുപാട് ചാനലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോളോ ചെയ്ത് നിങ്ങളുടെ സമയം കളയാതെ എവിടെയെങ്കിലും ഒരിടത്ത്, ഇവിടെ നിന്നല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങളുടെ എന്ത് ചെയ്യുക, മനസ്സുറപ്പിക്കുക, ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്യും. പിന്നെ അഡീഷണൽ പോയിൻറ്റിന് വേണ്ടി മറ്റൊരു ചാനൽ കാണാം. അല്ലാതെ ഒരു ദിവസം തന്നെ പലത് കണ്ട് ആകപ്പാടെ കിളിപ്പോയിട്ടുള്ള അവസ്ഥയിലേക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, എത്തരുത്. നിങ്ങളുടെ മനസ്സിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം സ്റ്റഡി പ്ലാൻ. ഒരുപാട് പേർക്ക് ഒറ്റയ്ക്കൊക്കെ പഠിക്കാൻ എന്ത് പഠിക്കും, എനിക്കൊരു ടൈം ടേബിൾ ഇട്ടിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ വരും. അപ്പോൾ നമ്മുടെ സാമ്പിൾ ടൈം ടേബിൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് 90 ഡേ സ്റ്റഡി പ്ലാനിൽ ഡേ 1 സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. കേരള ഭരണരംഗത്തിൽ നിന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ ഹോട്ട് ടോപ്പിക്കാണ്. വേൾഡ് ജിയോഗ്രഫിയിൽ നിന്നും വിദൂര സംവേദനം അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ടോപ്പിക്ക്. SCRT വളരെ പ്രധാനപ്പെട്ട ഒരു SCRT ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഈ 10th പ്രിലിംസിനൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചൊരു ചാപ്റ്ററാണ്. മലയാളത്തിൽ നമ്മൾ പര്യായം എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഞാൻ മലയാളം മാത്രമേ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ഉൾപ്പെടുത്താം. ഒരു ഡേ തന്നെ കുറേ എണ്ണം മിക്സ് ചെയ്ത് വരുമ്പോൾ ഒന്നും പഠിക്കാനും പറ്റത്തില്ല. പഠിക്കുന്ന കാര്യം എന്തോ ചെയ്യുക, വൃത്തിയോണോ അങ്ങ് പഠിച്ചോളാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡേ 2 ഡേ 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് തരും. അതിനോടൊപ്പം തന്നെ ക്ലാസ് കാണും. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻ്റ് വേണമെങ്കിൽ കണ്ടെത്തി പഠിക്കാം. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് AEയുടെ സഹായത്തോടെയൊക്കെ എന്ത് ചെയ്യാം, പിന്നെ നോട്ട്സൊക്കെ കണ്ടെത്തി പഠിക്കുക. ഈ റാങ്ക് ഫയലൊന്നും ഇല്ലാത്തവർക്ക് ഈ ടോപ്പിക്ക് സിലബസ് എന്ത് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെയും പഠിക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഉന്നത റാങ്കിൽ എത്താൻ പറ്റും എന്നാണ് നമ്മൾ ഈ 90 ദിവസത്തിൽ വളരെ കുറഞ്ഞ സമയം പഠിച്ചുകൊണ്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ഇപ്പം തന്നെ കയറി ജോയിൻ ചെയ്ത് കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സ്, റിവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അപ്ഡേറ്റുകൾക്ക് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്